ഞാൻ അല്ല അതിന് കൃത്യമായ ഉത്തരമുണ്ട്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം BJP-യുമായി നമ്മൾ സഖ്യം ചേരാൻ നമ്മൾ തീരുമാനിച്ചിരുന്നില്ല. BJP നമുക്ക് വോട്ട് ചെയ്തു. പക്ഷെ അവിടുത്തെ പൊതു കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് CPM-ന്റെ കൊടിയ അഴിമതികൾക്കെതിരെയുള്ള വികാരമാണ് അവിടുത്തെ കോൺഗ്രസിന് പൊതുവേ ഉള്ളത്. അഴിമതി 10 സീറ്റ് കിട്ടോ? നിങ്ങൾ ആവേശം കൊണ്ടല്ലേ നിങ്ങൾ നമുക്ക് 10 സീറ്റാണ്. DCC പ്രസിഡന്റ് അടക്കം പറയുന്നത് അവർക്ക് വേണമെങ്കിൽ രാജിവെച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റായ വാർത്ത എന്ന് പറയുന്നത് ഇന്നലെ കൊടുത്ത ഈ പറയുന്ന ആളുകൾ BJP-യിലേക്ക് ചേർന്നു എന്ന് പറഞ്ഞതാണ്. ദേശാഭിമാനി ആരാണ് BJP-യിലേക്ക് ചേർന്നത്? ഇന്ന് പ്രതിപക്ഷ നേതാവ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരാൾ പോലും മറ്റത്തൂരിൽ ഒരാൾ പോലും BJP-യിൽ ചേർന്നിട്ടില്ല. നാളെയും BJP-യിൽ ചേരില്ല, മറ്റന്നാളും BJP-യിൽ ചേരില്ല. എല്ലാവരും അങ്ങനെ വാർത്ത കൊടുത്തിട്ട് കൃത്യമായി തെറ്റായി ആദ്യമായി ഒരാൾ സത്യ വാർത്ത BJP രാജിവെച്ചോ? 8 പേര് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചോ? രാജിവെച്ചല്ലോ. BJP എന്നൊരു മുന്നണി ഉണ്ടാക്കി അവിടെ. ആ മുന്നണിയുടെ 2 കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ജയിച്ചു. ആ മുന്നണിയിൽ BJP ഉണ്ടായിരുന്നോ? ഇല്ല. ഞങ്ങൾ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെയാ കിട്ടിയിട്ടുണ്ട്? എങ്ങനെ കിട്ടി? ഈ കത്ത് നിങ്ങൾ എഴുതിയത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നേരെ ഓപ്പോസിറ്റ് ഉള്ള വീട്ടിൽ പോയിരുന്നാണ് ഇത് എഴുതി ഒപ്പിട്ടത്. അല്ല. എന്നിട്ട് മാധ്യമങ്ങൾക്ക് ഇത് പ്രചരിപ്പിച്ചു. എന്തിനാണെന്നറിയോ? ഞങ്ങളിത് നേരത്തെ കൊടുത്തു എന്ന് വരുത്തി തീർക്കണം. ഇല്ലെങ്കിൽ പിന്നെ DCC നേതൃത്വത്തിന് കത്ത് കിട്ടണ്ടേ? മാധ്യമങ്ങൾക്ക് നേരത്തെ ഞങ്ങൾ വിതരണം ചെയ്തില്ലല്ലോ. ഇത് ഏത് സോഴ്സിലൂടെ വന്നത്? ആ സോഴ്സ് അത് പറയാം. BJP-യുടെ വാർഡ് മെമ്പർ അടക്കമുള്ളവരാണ് ഇത് പ്രചരിപ്പിച്ചു കൊടുത്തത് മാധ്യമങ്ങൾക്ക്. തലേ ദിവസം ഞാൻ പറഞ്ഞല്ലോ, അത് കൃത്യമായിട്ട് ഞാൻ പറയാം. തലേ ദിവസം KR ഔസേപ്പ് ഞങ്ങളോട് പറഞ്ഞു DCC പ്രസിഡന്റ് നടപടിയെടുത്ത കത്തുണ്ടല്ലോ, അതും ഇതിന്റെ ഭാഗമാണ്. അങ്ങനെ നടപടി എടുത്തിട്ടില്ല എന്ന് DCC പ്രസിഡന്റ് പറയണമെന്നും എന്ന് പറഞ്ഞു. അതിന് സമ്മർദ്ദം എന്ന് നിലയ്ക്ക് ഞങ്ങൾ ബാക്കി 8 മെമ്പർമാരും, അതായത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച 8 മെമ്പർമാരും ഔസേപ്പിന്റെ കൂടെയാണ് എന്ന് ഔസേപ്പിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ഔസേപ്പിന്റെ പേരിലെ നടപടി പിൻവലിച്ചില്ലെങ്കിൽ ഞങ്ങളും പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ തയ്യാറാണ് എന്ന് ഔസേപ്പിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം എഴുതിയൊരു കത്താണത്. അല്ലാണ്ട് വേറെ അതിന് യാതൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഗുരുതരമാണ്. കാര്യം നിങ്ങൾ അപ്പോൾ കോൺഗ്രസ് ആയി നിന്ന് തന്നെയാണ് ഈ ഇവരുടെ പിന്തുണയിൽ ഇവർ ജയിച്ചതെന്നാണ് പറഞ്ഞു വരുന്നത്. അതെ. അതായത് BJP അടക്കം പറയുന്നത് ഞങ്ങൾ ചെയ്തത് സ്വതന്ത്ര മെമ്പർമാർക്കാണ് ഞങ്ങൾ വോട്ട് ചെയ്തത്, അവർ ഓൾറെഡി രാജിവെച്ചെന്നാണ് BJP പറയുന്നത്. ഇപ്പൊ ചേട്ടൻ പറയുന്ന പോലെ ആണെങ്കിൽ നിങ്ങൾ കോൺഗ്രസ് ആയി നിന്ന് തന്നെ BJP-യുടെ വോട്ടിൽ ജയിച്ചു. ഈ കത്ത് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ആകെ KR ഔസേപ്പിന് മാത്രമാണ് ഈ കത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം ഈ ഒപ്പിട്ട ഈ രാജിവെച്ച കത്ത് കൊടുത്തിട്ടുള്ളത് അത് KR ഔസേപ്പിൽ നിന്ന് ചോർന്ന് സ്വാഭാവികമായും അത് എല്ലാവർക്കും മാധ്യമങ്ങളിലൊക്കെ വന്നില്ലേ, BJP-ക്കാരേലും കിട്ടുമല്ലോ സ്വാഭാവികമായിട്ടും. അതിപ്പോ അവരേലും മാത്രമല്ലോ. നിങ്ങൾ എപ്പോഴും കോൺഗ്രസ് ആണെന്ന് പറയുന്നത്. കോൺഗ്രസ് ആണെങ്കിൽ ആണോ? കോൺഗ്രസ് ആണോ? അതെ ആണെങ്കിൽ BJP പിന്തുണ സ്വീകരിച്ചത് കൊണ്ട് അത് തെറ്റായ
ആണെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തില് നമ്മള് ഒരു പൊതുവായ അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളും കൂടി പരിശോധിച്ച് അതിന് മറുപടി ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ സ്വീകരിച്ചു, ഇന്നലെ രാജിവെക്കാൻ നമ്മൾ DCC പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടില്ല, നമ്മൾ വളരെ മുന്നോട്ട് പോയി. ഇപ്പൊ ഈ ആരോപണങ്ങൾക്കൊക്കെ ശേഷം നമ്മൾ അങ്ങനത്തെ ഒരു നിലപാട് സ്വീകരിച്ചാൽ നമുക്കുണ്ടാകാവുന്ന പ്രത്യാഘാതം എന്താണെന്ന് പഠിക്കാതെ നമുക്കൊരു മറുപടി പറയാൻ പറ്റില്ല. ഇല്ല 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 DCC എന്ന് പറയുന്നത് ആരൊക്കെ ചേർന്നതാ? DCC സെക്രട്ടറിയോട് ചേർന്നല്ലേ? ആ DCC സെക്രട്ടറിയാണ് പറയുന്നത് BJP-യുടെ ഇത് പ്രത്യാഘാതം പഠിക്കാതെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെ കുറിച്ച് അറിയാത്ത ഒരാളൊന്നല്ല നിങ്ങൾ. കോൺഗ്രസിലെ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ഓറിയന്റഡ് പാർട്ടിയാണ്. ഇപ്പൊ 96 ഭാരവാഹികളുണ്ട്, നിങ്ങൾക്കറിയാം. അതിലൊന്നും ആ 96 ഭാരവാഹികൾ വിളിച്ചല്ല നമ്മുടെ പാർട്ടിയിൽ തീരുമാനം എടുക്കുന്നത്. DCC പ്രസിഡന്റ് തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയാത്ത ഒറ്റ കാര്യം, ഒരു കാര്യം പറയുന്നേ, ഇത്രയും കാര്യം പറഞ്ഞിട്ടും ആ തീരുമാനമെടുക്കുന്നത് വരെ ഈ പറയുന്ന എല്ലാവരും തെരഞ്ഞെടുത്ത ഒരാളാണ് KR ഔസേപ്പ്. അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി ലീഡർ. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി ലീഡറായ തൊട്ടു മുമ്പ് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവായിരുന്ന ഞങ്ങളുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ആള് ഒരു നിമിഷത്തില് പെട്ടെന്ന് എതിർപക്ഷത്ത് പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു വികാരം മാത്രമാണ് ഈ 9 പേരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നാണ് BJP-യുമായി ഞാൻ പറഞ്ഞോട്ടെ, BJP-യുമായി നിങ്ങൾ കൂട്ടിച്ചേർന്നു എന്ന് കൃത്യമായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ആ പക്ഷമായി ചേരാതിരിക്കാൻ വേണ്ടി അങ്ങനെയാണ് പ്രവീൺ മാഷ്, കഴിഞ്ഞ തവണ കോൺഗ്രസിന് മേയർ ഭരണം നഷ്ടമായത് MK